എത്ര നിർബന്ധിച്ചിട്ടാ ഒരു ഗ്ലാസ് ജ്യൂസോ പാലോ കുടിക്കുന്നെന്നറിയോ? അതും ആർക്കോ വേണ്ടി എന്ന പോലുള്ള കഴിപ്പാ. എന്താ മോളെ ഇത്? കഴിഞ്ഞതൊന്നും ഓർത്ത് സങ്കടപ്പെടരുതെന്ന് ചേട്ടൻ എപ്പോഴും പറയാറില്ലേ? നീ ധൈര്യമുള്ള കുട്ടിയല്ലേ? ജീവിതത്തിൽ അങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരല്ലേ നമ്മള്. പിന്നെന്താ ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് നീ ഇങ്ങനെ തളർന്നു പോകുന്നത്? ഇവരെ ഉപദ്രവിച്ചവര് പോലീസിന്റെ പിടിയിലായോ നന്ദേട്ടാ? ഇല്ല, അവന്മാര് സ്റ്റേറ്റ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ടെന്നാ CA പറയുന്നത്. പക്ഷെ അവരെവിടെ പോയി ഒളിച്ചാലും പോലീസ് അവരെ പിന്തുടരുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ അവരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. മോളെ, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടാലോ? എന്തിനാ? ഇപ്പൊ നിന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കല്ലേ? അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ട് ഒരു കൗൺസിലിംഗ് കിട്ടിയാ നീ ഓക്കെ ആവും. അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. എനിക്കിപ്പോ പ്രയാസമൊന്നുമില്ല. അപ്പുവിന്റെ കാര്യം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാ മതി എനിക്ക്. അപ്പുവിന് കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദേട്ടൻ പറഞ്ഞില്ലേ? 2 ദിവസം കഴിഞ്ഞ സർജറി ഉണ്ടാവും. സർജറിക്ക് മുമ്പ് എനിക്ക് അപ്പുവിനൊന്ന് കാണണമെന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? സർജറിക്ക് മുമ്പ് അപ്പുവിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പറ്റിയ നമുക്ക് പോയി അപ്പുവിനെ കാണാം. തൽക്കാലം നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടന്ന എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടൻ പിന്നെ എങ്ങനെയാ മനസ്സമാധാനമായി ഓഫീസിൽ പോവുകയും വരികയൊക്കെ ചെയ്യാം? അതുകൊണ്ടല്ലേ നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. നീ ഇങ്ങനെ മിടുക്കി കുട്ടിയായിരിക്കുന്ന കാണാനാണ് ഏട്ടൻ ഇഷ്ടം കേട്ടോ. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വരാം. നമുക്കൊന്ന് പുറത്തു പോയാലോ? വേണമെങ്കിൽ വൈകിട്ട് ഭക്ഷണം പുറത്തുനിന്നാക്കാം. വേണ്ട ഏട്ടാ, ഞാൻ വരുന്നില്ല. എങ്കിൽ ശരി, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. മോള് കുറച്ചു നേരം കിടക്ക. മോൾക്കൊരു കോഫി എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട നിലയിച്ചി. ആതിരയോട് എത്ര നാൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് നിൽക്കാൻ കഴിയും നന്ദേട്ടാ നമുക്ക്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കള്ളം പറയാതെ മറ്റു വഴികളില്ലല്ലോ നമുക്ക്. അത് ശരിയാ. പക്ഷെ നന്ദേട്ടന്റെ വാക്ക് വിശ്വസിച്ച ആതിര ഇപ്പൊ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. നാളെ ഇന്നത്തേനേക്കാൾ ആതിരയ്ക്ക് അസുഖം ഭേദമാവും. അപ്പൊ ചിലപ്പോ അപ്പുവിനെ നേരിൽ കാണണമെന്ന് വാശി പിടിച്ച എന്ത് ചെയ്യും നന്ദേട്ടൻ? തൽക്കാലം കുറച്ചു നാൾ കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ എത്ര നാൾ? 1-2 ദിവസം നന്ദേട്ടന് അതിന് സാധിച്ചേക്കും. അത് കഴിഞ്ഞ് അപ്പു എവിടെയെന്ന് ഒരു കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ ആവുമ്പോ ആതിരയുടെ സംശയം വർദ്ധിക്കില്ലേ? അത് അവളെ കൂടുതൽ തളർത്തിയേക്കും. എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല നില. പക്ഷെ അപ്പുവിനെ കുറിച്ച് നമുക്കിതുവരെ വിവരങ്ങളൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നടന്ന എന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് ആതിരയോട് പറയാ? എന്റെ അഭിപ്രായത്തിൽ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു നന്ദേട്ട. എപ്പോഴായാലും നമുക്കത് അവളെ അറിയിച്ചല്ലേ പറ്റൂ. പറയുമ്പോ അവൾക്കത് സഹിക്കാൻ പറ്റുന്നു വരില്ല. പക്ഷേ സത്യം എന്താന്ന് ഒരു സൂചന ഇപ്പോഴേ നന്ദേട്ടൻ തന്നെ കൊടുക്കുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അത് വേണ്ടെന്നുള്ള. ഇപ്പൊ തന്നെ അവളുടെ മനസ്സ് ആകെ തകർന്നിരിക്കുക. ഇനി അതിന്റെ കൂടെ അപ്പൊ മിസ്സിംഗ് ആണെന്ന് കൂടെ അറിഞ്ഞാ അവൾക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്നും അവളെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് അപ്പുവിനെ കുറിച്ച് വലുത് അറിയോ അന്വേഷിക്കുകയോ ചെയ്തു നന്ദേട്ട? ഞാൻ ഡോക്ടർ സ്റ്റെല്ലാമേരായിട്ട് സംസാരിച്ചിരുന്നു. ദക്ഷ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം മറ്റൊരു ഡീറ്റെയിൽസും അപ്പുവിനെ കുറിച്ച് അവർക്കറിയില്ല. അതുപോലെ തന്നെ അംബിസാറിനെയും ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പു അയാളോടൊപ്പം തന്നെയാണ് പോയതെന്ന് ഉറപ്പിക്കാമോ നന്ദേട്ട? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ലല്ലോ. പക്ഷെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അപ്പു പോയത് അംബിസാറിനൊപ്പം ആവും എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അത് അപ്പുവിന്റെ അമ്മയോ അല്ലെങ്കിൽ നന്ദേട്ടനെയോ അറിയിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ടാവില്ലേ? ഇനി അയാളായിട്ട് അത് ചെയ്തില്ലെങ്കിലും അപ്പുവിന് നന്ദേട്ടനോടെങ്കിലും അത് പറയാറുന്നല്ലോ. എന്താണ് അപ്പുവിന്റെ മനസ്സിലെന്ന് എനിക്കൊരു ഊഹമില്ല. എന്തുകൊണ്ട് അപ്പു ഇങ്ങനെയൊരു തീരുമാനം എടുത്തു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ പണിക്കർ സാർ അന്വേഷിച്ചല്ലോ എന്ന് പേടിച്ചിട്ടാണെങ്കിൽ നിള പറഞ്ഞ പോലെ ആ വിവരം ഗീതാ മാഡത്തിനോടോ എന്നോടോ അപ്പുവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇനി അങ്ങനെ നമ്മളോട് തുറന്നു പറയാൻ മടിച്ചിട്ടാണെങ്കിൽ ആതിരോടെങ്കിലും പറയാമായിരുന്നല്ലോ. ഇതാരോടും പറയാതെ ഇങ്ങനെയൊരു ഇറങ്ങിപ്പോക്ക്, അതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്.
ആദ്യം ഉറപ്പുവരുത്തേണ്ടത് അപ്പു ഈ പറഞ്ഞ അംബിസാറിനോടൊപ്പമാണോ പോയതെന്നാ. അങ്ങനെയാണ് പോയതെങ്കിൽ ആ കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കെങ്കിലും ചെയ്യായിരുന്നു. അംബിസാർ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ചില സോഴ്സൊക്കെ എനിക്കറിയാം. ആ വഴിക്ക് നീങ്ങാമെന്ന് വിചാരിക്കാം ഞാൻ. എങ്കിലത് എത്രയും പെട്ടെന്ന് വേണം നന്ദേട്ടാ. അല്ലാതെ എന്നും ആതിരെ എങ്ങനെ തടഞ്ഞു നിർത്താന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. നന്ദേട്ടൻ കൂടി അവളോട് കള്ളം പറഞ്ഞു എന്ന് അവള് മനസ്സിലാക്കാൻ ഇടവന്ന അത് അവളെ മാനസികമായി ബാധിക്കുക തന്നെ ചെയ്യും. ഏതായാലും 1-2 ദിവസം ഇങ്ങനെ പോട്ടെ എന്നുള്ള. അതിനിടയിൽ അപ്പുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ നിള പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് യാഥാർത്ഥ്യം ആതിരോട് തുറന്നു പറയാം. ഏതായാലും 2 ദിവസം കൂടി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. ഏതായാലും താൻ ഈ സമയത്ത് ഇവിടെ ഉള്ളതാ ഒരു ആശ്വാസം. അല്ലെങ്കിൽ ഈ സമയത്ത് അവൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ശേഖരമാമ പിന്നെ വിളിച്ചിരുന്നു. ഞാൻ ഈ കാര്യമൊന്നും അച്ഛനോട് പറഞ്ഞില്ല. അതേതായാലും നന്നായി. ആരെയും ഒന്നും അറിയിക്കണ്ട. അത്താഴത്തിന് എന്താ അശ്വതി? ചപ്പാത്തിയും ടൊമാറ്റോ കറിയും ഉണ്ടാക്കാം. അമ്മയ്ക്ക് അതല്ലേ ഇഷ്ടം. എന്റെ ഇഷ്ടക്കേടും ഒക്കെ അവിടെ നിൽക്കട്ടെ. ദേ, ഗർഭിണിയായ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്. അവളുടെ ഇഷ്ടം കൂടി ചോദിച്ചിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇതുപോലെ വല്ലപ്പോഴും അല്ലേ അവള് നമ്മളുടെ കൂടെ ഉള്ളൂ. ഈ സമയത്ത് കൊതിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. അതിനും ആളും ഇന്ന് ഇവിടെ തങ്ങുന്നില്ലല്ലോ. അവള് പോണെന്നും പറഞ്ഞ് നിൽക്കുക. അയ്യോയ്യോ, പോകണമെന്ന് പറഞ്ഞോ? എന്താ അശ്വതി നീ പറയുന്നേ? അവളെ ആരാ കൊണ്ടുവിടുന്നേ? ഞാനത് പറഞ്ഞതാ. മുരളിയേട്ടന് വയ്യാതിരിക്കുമല്ലേ, അവള് തനിയെ പൊക്കോളാന്നാ പറയുന്നേ. തനിയെ പോകാനോ? നല്ല കഥയായി. എന്റെ അശ്വതി, നീ അത് കേട്ട ഉടനെ തലകുലുക്കി അങ്ങ് സമ്മതിച്ചോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ദേ, നേരെ സന്ധ്യാവാറായി. ഇനി അവള് തനിച്ചു പോകാനോ? നീ എന്തു പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല കേട്ടോ. ഒന്നാമത് ഗർഭിണിയായ കൊച്ചാ. ത്രിസന്ധി സമയത്ത് വീട് വിട്ട് പൊക്കൂടാ. നാളെ പോവാന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ. പക്ഷെ അവക്ക് ഇന്ന് തന്നെ പോണെന്ന്. അവളുടെ അറിവില്ലായ്മ കൊണ്ട് പലതും പറയും. അതിനൊക്കെ നീ അങ്ങ് തുള്ളാൻ നിന്നാലോ അശ്വതി? അവളെവിടെ? ഞാൻ പറഞ്ഞോളാം. ആ അല്ലേ, നീ ഇതെന്തു ഭാവിച്ച മാളു? നേരെ ഇത്രയായില്ലേ? ഇനി മോക്ക് നാളെ പോകാം. അയ്യോ, അത് പോരും മുത്തശ്ശി. എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്നിപ്പൊ അങ്ങോട്ട് എന്നിട്ട് എന്ത് സാധിക്കാനാ? ഡോക്ടറുടെ കാര്യം നോക്കാൻ അവിടെ ടീച്ചറില്ലേ? ദേ മോളെ, മുത്തശ്ശി പറയുന്ന കേക്ക്. ത്രിസന്ധി സമയത്ത് ഗർഭിണികൾ വീട് വിട്ട് പൊക്കൂടാ. അതുമാത്രമല്ല, നീ തനിച്ചു വേണ്ടേ പോകാൻ? അതൊന്നും സാരമില്ല മുത്തശ്ശി. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. ഒരു ഓട്ടോയോ ടാക്സിയോ പിടിച്ച് പൊക്കോളാം. എന്നാ പിന്നെ യാത്ര നിനക്ക് നാളത്തേക്ക് ആക്കിക്കൂടെ മോളെ? ടീച്ചറെ ഞാൻ വിളിച്ചു പറയാം. തനിച്ചായതുകൊണ്ട് നീ രാവിലെ വരുള്ളൂന്ന്. അത് മതി, അതേ പാടുള്ളൂ. അതുമാത്രമല്ല, ദേ, അന്നത്തെ കൂട്ടാ തലതെറിച്ച പയ്യന്മാര് നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയാ എന്തു ചെയ്യും? മുരളിയെപ്പോലെ അവന്മാരോട് മുട്ടി നിൽക്കാൻ പറ്റുമോ നിനക്ക്? അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇന്നിനി യാത്ര വേണ്ടെന്ന്. മുത്തശ്ശി, അത് ഞാൻ ഡോക്ടറോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. ആഹാ, അതിനെന്താ കുഴപ്പം? ഇന്ന് ഇത്രയും നേരം ആയതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഡോക്ടർ നിന്റെ തലയെടുക്കൊന്നുമില്ല. അതെ, നിനക്ക് വയ്യെങ്കിൽ ഞാൻ വിളിച്ച് കാര്യം പറയാം. അത് മതി മോളെ. അമ്മ പറഞ്ഞതുപോലെ നിന്നെ തനിച്ചു വിടാൻ എനിക്കും പേടിയാ. എന്തു വേണമെന്നറിയാതെ ഭ്രാന്തിളക്കി നടക്കൂലേ അവന്മാര്. എന്താ നീ ആലോചിക്കുന്നത്? ഇനി ഈ കാര്യത്തിലൊരു ചർച്ചയില്ല. അശ്വതി, നീ ടീച്ചറെ വിളിച്ച് കാര്യം പറ. ജോബിനെ വിളിച്ച് ഇവള് പറഞ്ഞോളൂ. എന്നിട്ട് അത്താഴത്തിന് എന്താ നിന്റെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറ. ഞങ്ങൾ അതിനുള്ള വട്ടം നോക്കട്ടെ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം ഞാനൊന്ന് ഡോക്ടറെ വിളിച്ചു നോക്കട്ടെ. ആ, അതെ, ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അങ്ങ് തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഞാനെന്നാ ടീച്ചറിനെ ഒന്ന് വിളിക്കട്ടെ. ഓ,
എന്താണ് താനൊന്നും മിണ്ടാത്ത? ഏയ് ഒന്നുമില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കുറച്ചു നേരം നമുക്ക് മോളിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാം. ഷോപ്പിംഗ് വല്ലതും വേണമെങ്കിൽ അതും ആവാം. എത്രയെന്ന് കരുതിയാ വീട്ടിലിങ്ങനെ അടച്ചുമൂടിയിരിക്കുക? മുൻപൊക്കെ എങ്ങനെ പോയാലും മാസത്തിലൊരു 2 തവണയെങ്കിലും ഇങ്ങനെ ഒരു ഔട്ടിങ് പതിവുള്ളതായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? ഇനി മുതൽ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം നമുക്ക്. അല്ലെങ്കിൽ ലൈഫ് വളരെ ഡ്രൈ ആയി പോകും. എവിടുന്നാ നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ? എനിക്കൊന്നും വേണമെന്നില്ല VP. ശേ, അത് പോറ്. ഇന്ന് നമ്മളിങ്ങനെ ഒരു ഔട്ടിങ് തീരുമാനിച്ച സ്ഥിതിക്ക് ഡിന്നറും പുറത്തുനിന്നാക്കണം. ഡിന്നർ കഴിഞ്ഞ് നമുക്കൊരു മൂവിക്ക് കയറിയാലോ? വേണ്ട VP, എനിക്ക് താല്പര്യമില്ല. താല്പര്യം അതൊരു പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പോഴേക്കും മൂഡ് മാറുകയാണെങ്കിൽ മൂവിയെക്കുറിച്ച് അപ്പം ആലോചിക്കാം. അതുപോലെ അപ്പോൾ ആദ്യം നമുക്ക് മോള് പഠിക്കാം. ഓക്കെ? വാട്ട് ഹാപ്പൻ ഗീത? എന്താ താനിങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? കമോൺ. താനിങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരുന്ന പിന്നെ എനിക്ക് മാത്രമായിട്ട് ഇതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? തൻ്റെയും കൂടി സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാനിതൊക്കെ പ്ലാൻ ചെയ്തത്. VP, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യാ ഷുവർ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഇത്രയും സമയമുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഷോപ്പ് ചെയ്തു. ഇപ്പൊ ദേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഇത്രയും സമയത്തിനുള്ളിൽ VP എന്നോട് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ എന്തിനു വേണ്ടിയാണോ VP ഇന്ന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്, അതിനെക്കുറിച്ച് മാത്രം VP ഇതുവരെ ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വമാണോ അതോ അതിനുള്ള സമയമായിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണോ? സർ, ഞാൻ സെർവ് ചെയ്യണോ? വേണ്ട. കേട്ടോ ഗീത, ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണ്. അധികം ഓയിലൊന്നുമല്ല. ഞാനിടയ്ക്ക് 1-2 ദിവസം ഇവിടുന്ന് കഴിച്ചിരുന്നു. തന്നെയും കൂട്ടി ഒരു ദിവസം ഇവിടെ വരണമെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. VP, ഞാൻ ചോദിച്ചതിൽ നിന്ന് VP വീണ്ടും ഒഴിഞ്ഞു മാറുകയാ. ഒരു കുഞ്ഞു ചോദ്യത്തിൽ നിന്ന് ഞാനൊന്ന് ഒഴിഞ്ഞു മാറിയപ്പോഴേക്കും ഇത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ എന്തുമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കണമായിരുന്നു. ഞാൻ ഒരു ചോദ്യത്തിൽ നിന്നേ ഒഴിഞ്ഞു മാറിയിട്ടുള്ളൂ. ഗീതയോ എൻ്റെ ഒരുപാട് ചോദ്യങ്ങളിൽ നിന്നും, ഇൻഫാക്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും എന്ന് തന്നെ പറയുന്നതാവും കൂടുതൽ ശരി. അല്ലേടോ? താൻ കഴിക്കേ. തൻ്റെ ചോദ്യം ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ കറക്കത്തിനിടയിൽ ഞാൻ എപ്പോഴെങ്കിലും തന്നോട് അതിനെപ്പറ്റി പറയായിരുന്നു. ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപെങ്കിലും. ഇന്നലെ ഡെയ്സി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൂൻ്റെ കാര്യ. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ തോന്നിയില്ല. അപ്പൂൻ്റെ കാര്യമല്ല കേട്ടോ,
എൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഒരച്ഛന് സ്വന്തം മകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതും എന്നെപ്പോലെ ഒരാൾക്ക്. തനിക്കെന്ത് തോന്നുന്നു? VP ഒരു നല്ല ടീച്ചറും മോട്ടിവേറ്ററൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷെ അതുപോലെ ദുരഭിമാനിയായ ഒരു അച്ഛനും കൂടെ ആയിരുന്നു. എന്ന് വെച്ചാ താൻ അങ്ങനെ അല്ലായിരുന്നു എന്നല്ലേ? ഗുഡ്. ഗീത, അപ്പുവിന്റെ ഈ സോ കോൾഡ് ജെൻഡർ ഇഷ്യൂ തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണോ? പെണ്ണായി ജനിച്ച മകൾ താൻ ആണായി ജീവിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഒരമ്മ എന്ന നിലയിൽ താനത് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്നാണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? നോ, ഐ വോണ്ട് ബിലീവ്. എന്നെ അത് ബാധിച്ചിട്ടില്ല എന്ന് ഞാൻ ക്ലെയിം ചെയ്തില്ലല്ലോ VP. മറ്റാരെക്കാളും, ഒരുപക്ഷെ VPയെക്കാളും എത്രയോ ഇരട്ടി അപ്പുവിന്റെ തീരുമാനം എന്നെ അത് ബാധിച്ചിരുന്നു. ഇപ്പോഴും അതിനെ പിന്തുടരുന്നുണ്ട്. അപ്പുവിനെ തിരുത്താൻ ഒരമ്മയെന്ന നിലയിൽ മാക്സിമം ഞാൻ ശ്രമിച്ചു. പക്ഷെ അതിനെല്ലാം അപ്പുറത്താണ് അപ്പുവിന്റെ മനസ്സും തീരുമാനമെന്ന് എനിക്ക് ബോധ്യമായി. ഒന്നല്ല, ഒരുപാട് സന്ദർഭങ്ങളിൽ. പിന്നെ അവൾക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു. ഏറ്റവും വലിയ റിസ്ക് ജന്മം കൊടുത്ത അച്ഛന്റെ കൈകൊണ്ട് അപ്പു കൊല്ലപ്പെടാതിരിക്കാൻ നോക്കുന്നതായിരുന്നു. എന്താ കഴിക്കുന്നില്ലേ? നല്ല ഫുഡാ. അതൊന്നും എൻ്റെ ഓർമ്മയിലില്ലാത്തതുകൊണ്ട് എനിക്ക് തർക്കിക്കാൻ പറ്റില്ലല്ലോ. ആ മറവി ദൈവം തന്നൊരു അനുഗ്രഹമായിട്ട് കൂട്ടിക്കോ. ഇല്ലെങ്കിൽ ഈ തിരിച്ചുവരവിൽ പോലും വിപിക്ക് സ്വസ്ഥത എന്തെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് എരിഞ്ഞു തീർന്നേനെ. താൻ പറഞ്ഞതുപോലെ ഞാൻ അത്രയ്ക്ക് ഭീകരനായ ഒരു അച്ഛനായിരുന്നെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞാൻ തയ്യാറല്ല ഗീത. ഭാര്യയും മകളെ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബനാഥൻ തന്നെയായിരുന്നു ഞാൻ. എ കംപ്ലീറ്റ് ഫാമിലി മാൻ ഇൻ ഓൾ സെൻസ്. സ്വയം മാർക്കിടുന്ന ആരും തനിക്ക് 100-ൽ 100 ഇടുള്ളൂ VP. നോ, ഞാൻ 90 കൂട്ടിയിട്ടുള്ളൂ. ഒരു A+ ഗ്രേഡിനെങ്കിലും ഞാൻ അർഹനല്ല ഗീത. എല്ലാത്തിനും VPക്ക് 100-ൽ 100 ആയിരുന്നു മാർക്ക്. പക്ഷെ ഒന്നിൽ മാത്രം VP ദയനീയമായി പരാജയപ്പെട്ടുപോയി. മകളുടെ മനസ്സ് കാണുന്നതിൽ വട്ടപൂജ്യമായിരുന്നു VPയുടെ മാർക്ക്. നോ, നെവർ. സോറി, ഐ എം സോറി. ശരി, ഞാൻ സമ്മതിക്കുന്നു. സമ്മതിച്ചല്ലേ പറ്റൂ. നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ എൻ്റെ മകളോട് എനിക്ക് ക്ഷമ ചോദിക്കണം. അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആദ്യം മുതൽ എനിക്ക് മനസ്സിലാക്കണം. അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം ജെൻഡർ ഇഷ്യൂ തന്നെയാ. നോ, ഞാനത് വിശ്വസിക്കുന്നില്ല. അതിനപ്പുറം അവൾക്ക് മറ്റെന്തോ കാതലായൊരു പ്രശ്നം ഉണ്ടാവണം. അതറിയണമെങ്കിൽ എനിക്ക് അപ്പുവിനെ കണ്ടേ പറ്റൂ. പറയൂ ഗീത, അവളിപ്പോ എവിടെ ഉണ്ട്? ഗീത, താനത് പറഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല VP. ഒന്ന് മാത്രം എനിക്ക് ഉറപ്പുണ്ട്, അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് അവളുടെ അച്ഛനടുത്തില്ലാത്തുണ്ടാവും.